നീയോ? അതെ, ഞാൻ തന്നെ, ദേവിക. എന്ത് ധൈര്യത്തിലാടി നീ ഇങ്ങോട്ട് കയറി വന്ന? മാഡം ഈ വിപതി ധൈര്യം എന്ന് കേട്ടിട്ടുണ്ടോ? ക്ഷമയുടെ നെല്ലിപ്പലകയിൽ എത്തി നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതരം ധൈര്യം അത്. ഞാനും ഇപ്പൊ ഏതാണ്ട് അതേ അവസ്ഥയില. ഞാൻ പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ മാഡം, അപ്പോഴേക്കും ഇങ്ങനെ കൈ ഒങ്ങിയാലോ? ഒരു പ്രാവശ്യം കാരണമില്ലാതെ നീ എന്റെ കാരണത്ത് അടിച്ചപ്പോ ഞാൻ മിണ്ടാതെ നിന്നതേ എനിക്ക് തിരിച്ചു തല്ലാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടൊന്നും അല്ല. ഡ്യൂട്ടി സമയത്ത് യൂണിഫോമിലുള്ള ഒരു പോലീസ് ഓഫീസറിനെ കൈവച്ച വകുപ്പ് മാറുന്ന എനിക്കറിയാം. അല്ലെങ്കിൽ നിന്റെയൊക്കെ ഉദ്ദേശം അതായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ നീ ഡ്യൂട്ടിയിലും അല്ല, യൂണിഫോമിലും അല്ല. ഈ റൂബി പഞ്ഞിക്കാരനെ നിനക്ക് ശരിക്കും അറിയത്തില്ല. എനിക്ക് നിന്നെ പോലെ ഇങ്ങനെ വാചക കസർത്ത് നടത്തിയല്ല ശീലം. എനിക്കെതിരെ കൈ ചൂണ്ടുന്നവരെ പഞ്ഞിക്കിടുന്നതാ എനിക്കിഷ്ടം. ഇനി മുതല് ഞാനും അങ്ങനെയൊക്കെ തന്നെയാടി. ഒരു കാരണത്ത് അടിച്ചവന് മറുകാരണം കൂടി കാണിച്ചു കൊടുത്ത് മഹാത്മാഗാന്ധിയുടെ പാത പിന്തുടരാനൊന്നും ഈ ദേവിക തീരുമാനിച്ചിട്ടൊന്നുമില്ല. അടിച്ച തിരിച്ചടി ഉറപ്പാ. അതിന് തുടക്കം കുറിച്ചിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെ. എന്റെ വിശ്വാസം വരുന്നില്ലേ? എങ്കിലെ നീ ചെന്ന് ഫോൺ എടുത്ത് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് വിളിച്ചു നോക്ക്. നടേശൻ സാറിന്റെ മകൾ ചന്ദ്രലേഖ. കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ അവള് പറഞ്ഞെന്നോളും. ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ ചെന്ന് പ്രാക്ടീസ് ചെയ്യും. നാളെ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് ചവിട്ടി ആടാനുള്ളതല്ലേ. നീ ഓർത്തോ, നീ വെല്ലുവിളിച്ചത് എന്റെ ടെറിട്ടറിയിൽ വന്ന. ഇതിനുള്ള മറുപടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നീ ചെവിയിൽ നുള്ളിക്കോ. ഇവിടൊക്കെ തന്നെ കാണുഞ്ഞ്. ഞാനും